കാണുമ്പോൾ ചോദിക്കണം വിചാരിച്ചു, ഇത് എങ്ങനെ ഈ തക്കാളി പോലെ ഇങ്ങനെ ചോദ്യം വന്ന് വരുന്നേ? നിങ്ങൾക്ക് തോന്നിയില്ലേ ഷെയ്ൻ നല്ല ചുവന്ന് തുടുത്തിരിക്കുന്ന? ആണോ? ഈ അടുത്താണ് അങ്ങനെ സംഭവിച്ചത്. അതിനു വേണ്ടി എന്താ ചെയ്തേ? പറയൂല. എന്ത് വിധി ഇത്? ദിനേശേട്ടനാണ് എന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ആണല്ലോ പിടിച്ചേക്കുന്നത്. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ചേട്ടൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നാണോ സംശയം തോന്നി. സിനിമയിൽ നമുക്ക് വരുന്നത് മരമെട്ടുകാരൻ, പിച്ചക്കാരൻ, മറ്റേ പോസ്റ്റ് ഓഫീസ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പുറത്തെങ്കിലും നടക്കുമ്പോൾ ഞാൻ കുറച്ച് ഫാഷനബിൾ ആയിട്ട് നടക്കട്ടെ എന്ന് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സാറ അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ, വാൾമേൻ പാരീസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ മേടിച്ച് ഇട്ടിട്ടാണ് വരുന്നത്. ഇതിന്റെ ലോക്കൽ സാധനം ഇവിടെ ഈ മറ്റേ ബോട്ടിയാട്ടിലുണ്ട്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ, ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന ഇല്ല. അത് മേടിച്ചിട്ട് അവിടെ 5-6 പേര് സെയിം സാധനം ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഇതിപ്പോ ഊരി കളയണം, അങ്ങനത്തെ ഒരു അവസ്ഥ ചെയ്യും. അപ്പൊ അവിടെ നമ്മളെ റിച്ച് ആവാൻ സമ്മതിക്കുന്നത്. ചേട്ടൻ ദൃശ്യം ത്രീയിലില്ലേ? ഉണ്ടോ? ഇങ്ങനെ തന്നെ മറ്റേ ഒരു ബൈറ്റ് ഒക്കെ കൊടുത്തു ഇനി ദൃശ്യം ത്രീക്ക് കാണാമെന്ന്. അത് ഈ സാറാണ് ഇവിടെ തെറി പറഞ്ഞു. നീ എന്തിനാ പറഞ്ഞത് ചോദിച്ചു. അതുകൊണ്ട് ഇപ്പൊ ഇല്ലെന്ന് പറയുക. ജീത്തു ചേട്ടൻ വന്ന് നിൽക്കുമ്പോ ഇങ്ങനെ ഡയറക്ടർ വന്ന് നിൽക്കുന്നു ഈ പറഞ്ഞ പോലെ ഉണ്ടോ? പിന്നെ അങ്ങനെ ആ ടെൻഷന്റെ പുറത്ത് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഡയലോഗ് തെറ്റിച്ചായിരുന്നു? തെറ്റിക്കാൻ മാത്രം ഡയലോഗ് ഉണ്ടാക്കി. പക്ഷെ ചേട്ടൻ കാര്യം ഉണ്ടായിട്ടാ, ടീച്ചറിൽ തന്നെ ചേട്ടന് ഡയലോഗ് ഉണ്ട്. അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കേ വേണ്ട. ആകെയുള്ളൊരു ഡയലോഗ് ടീച്ചറിൽ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഷെയ്ൻ അറിയാതെ ഷെയ്ൻ ഒരു അച്ഛനായി മാറുകയായിരുന്നു. കുറച്ചു നേരം മുന്നേ മിഡ് 30s ടൈഗറിന്റെ അച്ഛൻ. അടുത്ത ഏത് ലെവലിലേക്കാണ്? ഷെയ്ന്റെ ഈ മുടിക്ക് ഭയങ്കര ആരാധകരുണ്ട് കേട്ടോ. പറയാൻ മറന്നുപോയതാ, പെട്ടെന്ന് ഉറപ്പ് പറഞ്ഞതാ. എന്റെ മുടി നേരത്തെ ഇങ്ങനെയായിരുന്നു. അന്നൊന്നും ആരാധകരൊന്നും ആരും പറഞ്ഞില്ല. പക്ഷെ എപ്പോഴും ചേട്ടൻ നല്ല സ്റ്റൈലായിട്ടല്ലേ ഇതേ നല്ല റോസ് കളർ ഉടുപ്പ്, നീല വാച്ച്, എല്ലാ തരത്തിലും മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പുതിയ പൂക്കി ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഇപ്പോൾ ദൃഢം വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ദിനേശ് പ്രഭാകർ, ശോഭി തിലകൻ, ഷെയ്ൻ നിഗം ആൻഡ് ഡയറക്ടർ മാർട്ടിൻ ജോസഫ്. വെൽക്കം ടു ദ ഷോ. നിങ്ങൾക്കൊക്കെ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ ഉള്ള ടെൻഷനാണ് എനിക്ക് ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുമ്പോഴത്തേക്കും. കാരണം ഇന്റർവ്യൂ ഓടണം, അത് എന്റെ ഉത്തരവാദിത്വമാണ്. ആ അവസ്ഥയിൽ ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? കാര്യമായി കോപ്പറേറ്റ് ചെയ്യില്ലേ? ഈ സിനിമ ഹിറ്റ് ആവുന്ന പോലെ തന്നെ ഇന്റർവ്യൂ ഹിറ്റ് ആവണല്ലേ? തീർച്ചയായിട്ടും വേണം, അതെന്റെ ആവശ്യം. മറ്റേ ചേട്ടാ വയറ്റിപ്പഴമാണ് ചേട്ടാ. പക്ഷെ അതിന് വേണ്ടിട്ട് നേരത്തെ ഇന്റർവ്യൂല് മറ്റേ ഫോൺ എറിയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരിക പരിപാടികളൊക്കെയാണല്ലോ. ഇത് അങ്ങനെയൊന്നും പറ്റില്ല. അല്ല, ചേട്ടന്റെ ഫോൺ ഉണ്ടോ? ഫോൺ മാറ്റി കുഴപ്പമില്ല. അങ്ങനെ ഈ ഷെയ്നെ കാണുമ്പോൾ ചോദിക്കണം വിചാരിച്ചു, ഇത് എങ്ങനെ ഈ തക്കാളി പോലെ ഇങ്ങനെ ചോദ്യം വന്ന് വരുന്നേ? ഇല്ലേ, നോക്കൂ നിങ്ങൾ എല്ലാരും ഷെയ്ന്റെ മുഖത്തേക്ക് നോക്കൂ. ഇല്ലേ, ആ ഒരു തോന്നലില്ലേ? ദിനേശേട്ടനാണ് എന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ആണല്ലോ പിടിച്ചേക്കുന്നത്. വെറൈറ്റി അല്ലേ? ഇല്ലേ, അതെ. എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് ചേട്ടൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നാണോ സംശയം. സിനിമയിൽ നമുക്ക് വരുന്നത് മരമെട്ടുകാരൻ, പിച്ചക്കാരൻ, മറ്റേ പോസ്റ്റ് ഓഫീസ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അപ്പൊ പുറത്തെങ്കിലും നടക്കുമ്പോൾ ഞാൻ കുറച്ച് ഫാഷനബിൾ ആയിട്ട് നടക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ മറ്റേ സാറ അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ, വാൾമേൻ പാരീസ് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ മേടിച്ച് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ മറ്റൊരു റിസ്ക് വന്നിട്ടുണ്ട് ഇതിനകത്ത്. അതായത് ഞാനിപ്പോൾ ദുബായിൽ പോകുമ്പോൾ ഇത്രയും വില കൊടുത്ത് വാൾമേൻ പാരീസ് മേടിച്ച് ഞാൻ നല്ല സ്റ്റൈലായിട്ടൊരു ഫംഗ്ഷന് അവിടെ ചെന്നിറങ്ങുമ്പോൾ ഇതിന്റെ ലോക്കൽ സാധനം ഇവിടെ ഈ മറ്റേ ബോട്ടിയാട്ടിലുണ്ട്. അത് മേടിച്ചിട്ട് അവിടെ 5-6 പേര് സെയിം സാധനം ഇട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഇതിപ്പോ ഊരി കളയണം, അങ്ങനത്തെ ഒരു അവസ്ഥ ചെയ്യും. അപ്പൊ അവിടെ നമ്മളെ റിച്ച് ആവാൻ സമ്മതിക്കുന്നോടെ എന്നൊരു ചോദ്യം. അതന്നെ. അങ്ങനെ ഞാൻ കല്യാണത്തിന് പോയിട്ട് അവിടെ ഞാൻ കല്യാണ പന്തലിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ അവിടെ വെള്ളം കൊടുക്കാൻ നിൽക്കുന്ന കാറ്ററിംഗിന്റെ അവൻ സെയിം സാധനം ബോൾമേൻ പാരീസ് ഇട്ടിരിക്കുന്നു. അപ്പൊ അവനെ കുറച്ച് കാണുന്നതല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ വേഷത്തിൽ ഞാൻ ഭയങ്കര വെറൈറ്റി ആണെന്ന് പറഞ്ഞ് പോയതാ. അപ്പൊ ഞാൻ അതേപോലെ തിരിച്ചു പോയിട്ട് പിന്നെ പോയി ഡ്രസ്സ് മാറി വരേണ്ടി വന്നു. എൻ്റെ ഒരു സുഹൃത്ത് പണ്ടേനോട് ചോദിക്കാറ്, നീ സിനിമയിലെങ്കിലും ഒരു കാശുകാരനായിട്ട് അഭിനയിക്കുമെന്നൊക്കെ ചോദിക്കാറ്. കാരണം നിനക്ക് എല്ലാം ഇങ്ങനത്തെ വേഷങ്ങളാണല്ലോ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയാം, ഞാൻ സൂട്ട് കോട്ടൊക്കെ ഇട്ട് അഭിനയിക്കൂടെ സിനിമയിലെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സിനിമയിൽ എനിക്ക് സൂട്ട് ഇട്ടിട്ട് വന്നു. അപ്പം ഞാൻ അപ്പം ആദ്യം ഫസ്റ്റിൽ തന്നെ ഫോട്ടോ എടുത്തിട്ട് അവനെ വെച്ച് കാണാ ഞാൻ അവൻ്റെ സൂട്ടിട്ട് കാശുകാരനായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാല്ലേ?
എന്റെ പൊന്നെ കേട്ടോ ചേട്ടൻ, ഞാൻ മാനസികാവസ്ഥ ഒരു വേദനയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വേദനിക്കുന്ന കോടീശ്വരൻ. ആണോ? അതുണ്ടോ? കോടീശ്വരനാണോ? അല്ല, അങ്ങനെ വെറുതെ പറയാം. കാരണം അതൊരു മറ്റേ വാക്കാണല്ലോ, വേദനിക്ക കോടീശ്വരൻ. അതാണ്. ഏതായാലും ഈ പോലീസുകാരായിട്ട് ദൃഢത്തിൽ അഭിനയിച്ചപ്പോഴത്തേക്കും പോലീസുകാരാവാൻ വേണ്ടി ഷെയ്ൻ എന്താണ് ചെയ്തത്? പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അങ്ങനെ പറയില്ല, എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ. മുമ്പ് ചെയ്ത 2 പോലീസ് വേഷങ്ങൾ അതായിരിക്കും ഇതിനോട് കുറച്ചും കൂടെ നമുക്ക് അതിൽ നിന്ന് കുറച്ച് ലേണിംഗ് ഉണ്ടാവുമല്ലോ. അതിൽ നിന്ന് അത് ബെറ്റർ ആക്കായിരുന്നു എന്നുള്ള ലേണിംഗ് വെച്ചിട്ടാണ് ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. ശോഭ ചേട്ടൻ ഈ സിനിമയിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ ഒരു സീൻ എപ്പോഴായിരുന്നു കിട്ടിയത്? ഈ സിനിമയിലെ എല്ലാ സീനിലും ഷൈൻ ചെയ്തിരിക്കുകയാണ്. എല്ലാ സീനിലും ഷൈൻ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും ഷെയ്ൻ നിഗമാണ് പോലീസായിട്ട് ഒരു മെയിൻ ആയിട്ട് ആവേണ്ടത് എന്ന് തോന്നിയത് എപ്പോഴായിരുന്നു? എനിക്കൊരു പയ്യൻ ലുക്കുള്ള എന്നാ കുറച്ച് കാണാൻ ഒരു പക്വതയൊക്കെ തോന്നിക്കുന്ന ഒരാൾ വേണമായിരുന്നു. അപ്പം നമ്മൾ ഇതിന്റെ റൈറ്റേഴ്സോട് ഡിസ്കസ് ചെയ്തപ്പം ഷെയ്നെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി. ഷെയ്ൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു, കഥ പറഞ്ഞു, പുള്ളിക്ക് അത് ഇഷ്ടമായി, അങ്ങനെ പുള്ളി കൈതിരുവായിരുന്നു. ജീത്തു ചേട്ടനോട് ഈ കഥ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? എടാ ഇതിലൊരു സാധനം ഉണ്ട്, നമുക്ക് പിടിക്കാം, ആ രീതിക്കായിരുന്നു പുള്ളി പറഞ്ഞത്. ഒരു പരിപാടി ഉണ്ട്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ആ രീതിക്കാ പറഞ്ഞു. എന്നിട്ട് സിനിമ എടുക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഡയറക്ടർക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായ ഒരു മൊമെന്റ് ഏതാണ്? 2 ദിവസം സാർ സെറ്റ് വന്നു. ആ സമയത്ത് നല്ല ടെൻഷൻ ആയിരുന്നു. നമ്മുടെ ഗുരു വന്ന് പുറകെ ഇരിക്കുമല്ലേ, അദ്ദേഹം ഒരു മാസ്റ്റർ ഫിലിം മേക്കർ ആണല്ലോ. ഇങ്ങനെ വന്ന് നമ്മളെടുക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടാവും. അല്ല, ഞങ്ങൾക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ജിത്ത് സാർ വന്ന് നിൽക്കുന്നു, അപ്പോൾ അഭിനയിക്കുന്നവരുണ്ട്, ജിത്ത് സാർ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇനി ഇവിടെ എങ്ങനെ വല്ല ഡയലോഗ് തെറ്റിച്ചാൽ ഭാവിയിൽ വിളിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു സിനിമയിലേക്ക് ഇപ്പോഴേ തന്നെ കട്ടായിട്ട് അവനെ മേലെ ഭാഗത്തേക്ക് അടുപ്പിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ടെൻഷനായിട്ടേ, മറ്റേ നന്ദനും വിനോദ് ബോസൊക്കെ ഭയങ്കര ടെൻഷൻ. ഞങ്ങൾ ടെൻഷൻ അടിക്കില്ലേ? സ്വാഭാവികമായിട്ടേ നമുക്ക് എല്ലാവർക്കും അതെ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ശോഭിച്ചേട്ടൻ അങ്ങനെ ടെൻഷൻ ഉണ്ടാവുണ്ടോ? അല്ല, എനിക്കുണ്ട്. അങ്ങനെ ആ ടെൻഷന്റെ പുറത്ത് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഡയലോഗ് തെറ്റിച്ചായിരുന്നോ? ഇല്ല, ടെൻഷന്റെ പുറത്ത് ഡയലോഗ് തെറ്റിച്ചിട്ടില്ല, അല്ലാതെ തെറ്റിച്ചിട്ടേ ഉള്ളൂ. അല്ല, അങ്ങനെ തെറ്റിക്കാൻ മാത്രം ഡയലോഗ് ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ കാര്യമായിട്ട് ടീച്ചറിൽ തന്നെ ചേട്ടന് ഡയലോഗ് ഉണ്ട്, അതുകൊണ്ട് ചേട്ടൻ വിഷമിക്കേ വേണ്ട. ആകെയുള്ളൊരു ഡയലോഗ് ടീച്ചറിൽ വെച്ചിരിക്കുകയാണ്. അല്ല, ഈ സിനിമയുടെ ആദ്യത്തെ ഷോട്ട് ഞങ്ങളാ, ഞാനും ഷെയ്നും കൂടി ജീപ്പിൽ വരുന്നത്. അന്നാണ് ജിത്തു സാർ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് എടുക്കുന്ന ആ സമയത്ത് മാർട്ടിന്റെ ഒരു ടെൻഷൻ ഞാനും നോട്ടീസ് ചെയ്തായിരുന്നു. അപ്പൊ നമുക്കും ഉണ്ടായിരുന്നു. ഞാൻ ജീപ്പ് ഓടിക്കുന്നു, ഷെയ്ൻ അടുത്തിരിക്കുന്നു. അപ്പോൾ എനിക്കും ജീപ്പ് കറക്റ്റ് സമയത്ത് ഇതൊന്ന് നിൽക്കുമോ, കറക്റ്റ് സ്ഥലത്ത് നിൽക്കുമോ, അത് ബാക്കിലേക്ക് പോവുമോ എന്നൊക്കെ ഒരു ടെൻഷൻ നമുക്കുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്ന ടെൻഷൻ, അല്ലാതെ ഡയലോഗ് തെറ്റുമോ എന്നുള്ളതല്ല. അതിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ഷെയ്ൻ്റെ കൂടെ അഭിനയിക്കുക. അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അദ്ദേഹം എന്നോട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കും ഒരു ആവലാതിയുണ്ട്. അത് പക്ഷെ പിന്നീടാണ്. പക്ഷെ ഞാനും ടെൻഷനിലായതുകൊണ്ട് 30കളിലേക്ക് കടന്നപ്പോഴത്തേക്കും ഷെയ്ന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം എന്താണ്? കടന്നപ്പോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. സത്യം പറയാം, 30 എത്തുമ്പോൾ നമ്മൾ അറിയില്ലല്ലോ, അതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. നിർത്താനൊന്നും പറ്റില്ല. ദിനേശ് ചേട്ടൻ ഇപ്പൊ 50കളിലേക്ക് കടക്കാറായോ? 50കളിലേക്ക് കടക്കാറായോന്ന് ഇത് പറയണ്ടായിരുന്നു. ഇപ്പൊ ഏജിന്റെ കാര്യം ഇവിടെ എടുത്തിടുന്നായിരുന്നു അല്ലേ? എന്നോട് ചോദിക്കല്ലേ. അതിപ്പോ ഇതില് വേറെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാനും മറ്റേ പ്രശാന്ത് അലക്സാണ്ടറൊക്കെ അവൻ എന്നെക്കാളും ഇളയതാ ശരിക്കും. അവൻ നായകന്മാരുടെ അച്ഛന്റെ വേഷം ചെയ്ത് തുടങ്ങി. അപ്പോ ഇപ്പൊ വരാൻ പോകുന്ന ഒരു പടത്തിലൊരു നായകന്റെ അച്ഛനാണ്. അപ്പൊ ഞാൻ പറയടാ, എന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ അച്ഛനും ആക്കുന്നില്ല, അമ്മാവനും ആക്കുന്നില്ല, എന്നാൽ കൂട്ടുകാരനാവേണ്ട പ്രായം കഴിയുകയും ചെയ്തു. ഇത് അവിടെയല്ല ഇവിടെ അല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇത് നിൽക്കുകയാണ്. ഒന്നെങ്കിലും നായകന്റെ അച്ഛനും അമ്മാവനും ആക്കണം, അല്ലെങ്കിൽ മറ്റേ ചെറുപ്പം നായകന്റെ കൂട്ടുകാരനെ അങ്ങനെ ആ പ്രായം കഴിഞ്ഞു, ഈ പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അതൊരു പ്രശ്നം. അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ഇവിടെ വയസ്സൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിപ്പോ ഇന്റർവ്യൂ ഹിറ്റ് ആവുന്നതിന്റെ ഒപ്പം തന്നെ വേറെ പല റോള് വെട്ടുന്നുണ്ടാവും. അവൻ ശരിയാവില്ല, 45 വയസ്സെന്ന് പറഞ്ഞ അപ്പൊ തന്നെ. അപ്പൊ അതും തീരുമാനമായേ. എന്താല്ലേ, ഞാൻ എന്തൊക്കെ സഹായങ്ങളാ നിങ്ങക്ക് ചെയ്തു തരുന്നല്ലേ. അല്ലെങ്കിൽ ഗെറ്റപ്പ് ഒക്കെ മാറ്റി ഇറങ്ങണം, പ്രായമായ പോലെ ജരാനരകളൊക്കെ ബാധിച്ച്. ചേട്ടന് കൃത്യമായി വിളിക്കുന്ന റോളുകൾ ഏത് രീതിയിലുള്ള റോളുകളാണ്? ഇപ്പൊ റീസെന്റ് കിട്ടുന്നതെല്ലാം കുറച്ച് ഏജ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഇപ്പൊ ഗിർ എന്നുള്ള സിനിമയിൽ നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ചു. അതുപോലെ തന്നെ ഇപ്പൊ ആശാൻ ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്ന് അറിയോ? എന്താണ്? ഈ ദൃഢത്തിന്റെ കഥ കേട്ട് അതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ആശാനിൽ ജോയിൻ ചെയ്യുന്നത്. കഥ പറഞ്ഞപ്പോഴേക്കും എൻ്റെ അടുത്ത് എൻ്റെ 96 ഒരു വീഡിയോ, ഞാൻ മിമിക്രി ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒരു സ്റ്റിൽ എടുത്തിട്ട് ഇതാണ് എനിക്ക് ഗെറ്റപ്പ് വേണ്ടത്. അപ്പോൾ അന്ന് എനിക്ക് മീശയില്ലായിരുന്നു.
മീശ ഇല്ലാന്ന് വെച്ചാൽ മീശ ഞാൻ അത് ഒരു സ്കിറ്റിന് വേണ്ടി മീശ എടുത്തതാണ്. അപ്പോൾ ആ ഗെറ്റപ്പ് വേണമെന്നും പറഞ്ഞ് പുള്ളി വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിഗെല്ലാം ചെയ്ത് എല്ലാം കറക്റ്റാക്കി ആ മുടിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് ഞാൻ ചെന്ന് ലൊക്കേഷനിൽ ചെന്ന് വിഗൊക്കെ വെച്ച് നോക്കിയപ്പോഴേക്കും വിഗൊക്കെ ഓക്കെ, ഏട്ടാ മീശ എടുക്കണം. ഞാൻ ഇത് പോലീസ് വേഷമാണ്. അപ്പം ഞാൻ ചെയ്ത് എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി ആ പ്രശ്നമല്ല, ഇത് കഴിയുമ്പോഴേക്കും മീശ വരണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ പറഞ്ഞു എടുക്കാം. അങ്ങനെ അങ്ങ് എടുത്തു കഴിഞ്ഞ് അതിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞപ്പോഴേക്കും ഇത് തുടങ്ങാറായി. അപ്പം ഞാൻ മാർട്ടിനെ വിളിച്ച് ചോദിച്ചു, മാർട്ടിനെ ഈ പോലീസുകാരന് മീശ ഇല്ലെങ്കിൽ കുഴപ്പമുണ്ടോ? അത് അല്ല ഏട്ടാ മീശ വേണം. ഞാൻ പറഞ്ഞു മീശ ഇനിയിപ്പോൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു മീശ ചെയ്യിച്ചായിരുന്നു, ഒട്ടിച്ച്. അല്ല ചെയ്യിച്ചു. ആ മീശ എടുത്തപ്പോഴേ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ മീശ ചെയ്തു തരണം, എന്നിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മീശ എടുത്ത കൂട്ടത്തിൽ തന്നെ എനിക്ക് പുതിയ മീശ റോണക്സ് പുതിയ മീശ ചെയ്തു തന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചൊരു ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണ്. ഞാൻ മീശയില്ലേ കുഴപ്പമുണ്ടോ, നമുക്ക് ഈ കൃഷ്ണക്കുറുപ്പ് എന്ന് പറയുമ്പോൾ മീശ ഇല്ലാതാക്കിയാൽ കുഴപ്പമുണ്ടോ? ഇല്ല ഏട്ടാ മീശ വേണം, മീശ വേണം, മീശയില്ലേ പറ്റില്ല. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ അയ്യോ ഇത് ഭാഗ്യത്തിന് ഈ ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്ന സമയമായപ്പോഴേക്കും കറക്റ്റ് മീശ വന്നു. അതെ, അത് ശരി. അതുകൊണ്ട് അപ്പൊ ഡയറക്ടർ എപ്പോഴെങ്കിലും ആലോചിച്ചോ മീശ ഇല്ലെങ്കിൽ ശോഭിത്തിലങ്ങനെ ഒഴിവാക്കിയൊക്കെ എപ്പോ മാറ്റി ചോദിച്ചാൽ അതുകൊണ്ടാണ് ഒറിജിനൽ മീശ ചെയ്യിച്ചത്. അപ്പൊ തന്നെ ഒരു മീശക്ക് ചേട്ടന് ഒരു റോള് കളയാനുള്ള ഒരു കെൽപ്പുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പൊ തന്നെ മാറ്റിയേനെ. ഭാഗ്യം. അല്ല അതുകൊണ്ടാണ് ദൈവം എന്റെ കൂടെ നിന്നു. അതെ. ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഷെയ്ന്റെ കൂടെ ഒരു പൂച്ചക്കുഞ്ഞിനെ ഇരിക്കുന്നത് കണ്ടു. സ്വന്തമായിട്ടുള്ള പൂച്ചക്കുഞ്ഞാണോ? അതിന്റെ പേരെന്താണ്? വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ടൈഗർ. കുറെ വർഷങ്ങളായിട്ട് കൂടെ ഉണ്ടോ? അവന് മൊത്തത്തിൽ 1.5 വയസ്സ് ആയിട്ടുള്ളൂ. 2ാമത്തെ മാസത്തിൽ കിട്ടി. അപ്പൊ തൊട്ട് ഇങ്ങനെ ലൊക്കേഷനിലൊക്കെ കൊണ്ടു നടക്കാറുണ്ടോ? ആ സമയത്ത് വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. പെറ്റ്സിനെ തീരെ പേടിയായിരുന്നു. ഇളയ സിസ്റ്ററിനും മദറിനും പൂച്ചേനെ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇപ്പൊ തന്നും വിടണല്ലോ, ഭയങ്കര ആ നേരെ തിരിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇനിയിപ്പോ അടുത്ത ഷൂട്ടിന് അവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോ അതെന്തിനാ ഇവിടെ ഇപ്പൊ ഓക്കെ അല്ലേ, എന്താ കുഴപ്പം, ആ രീതിയിലായി. ആണ്. അപ്പൊ ഇതിനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ ഇവനെ നോക്കാൻ ആരാ ഉണ്ടാവുക? എല്ലാരും നോക്കും. അവൻ കണ്ണിലുണ്ണിയായിരുന്നു. ആണോ? ഇടയ്ക്ക് ഒരു കണ്ട് ആ ജയിലിന്റെ ഉള്ളിൽ പോയി കിടക്കും. ആ ജയിൽ സെറ്റിന്റെ ടയറിന്റെ അടിയിലേക്ക് പോകും. അവനെ തുറന്നു കഴിഞ്ഞ് ഓടിക്കളയും. ഭയങ്കര നല്ല രസമായിരുന്നു. നാട്ടിന് ഇടക്ക് ടെൻഷൻ ആകുമ്പോ വരും. ഫുഡ് പോയിസൺ അല്ല, ഛർദ്ദിച്ചിട്ട് ആകെ ഡാർക്കായി. എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. പടച്ചോനെ ഇതിപ്പോ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അവിടെ മറ്റേ ചെക്കപ്പിന് കൊണ്ടുപോയേക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തോ ചെറിയ ടൈഗർ ഇപ്പൊ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ആ പിന്നെ ഇനി ഒരു പെറ്റിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കും വാങ്ങിക്കുക? ചിന്തിച്ചിട്ടില്ല. ഇതും ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തതല്ല. പെട്ടെന്നൊരു ദിവസം എൻ്റെ ഫ്രണ്ട് അവൻ്റെ വൈഫ് ഹൗസിലൊരു 3 കിറ്റൻ ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ കാണാൻ പോയതിൻ്റെ കൂട്ടത്തിൽ എന്നാ പിന്നെ എന്നും പറഞ്ഞ് എടുത്തതാ. പിന്നെ അതിനുശേഷമാണ് ഇതിന്റെ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും അന്ന് മുതലാണ് ഓക്കെ ഈ സാധനങ്ങളൊക്കെ വേണം, അതൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും വീട്ടിൽ ഭയങ്കര ഉടക്ക്. അവര് പിന്നെ എന്നോട് മിണ്ടുന്നില്ല, ഭയങ്കര പ്രശ്നം. ഇവനെ കണ്ടു കഴിഞ്ഞാൽ മാറി നടക്കുന്നു. പിന്നെ ഇത് പതുക്കെ അത് ഭയങ്കര രസമായിരുന്നു സംഭവം. ഇവരിങ്ങനെ മാറി പിന്നെ എന്നെ വേണ്ട, ഇവനെ മതി, ഇവനാണ് മെയിൻ. ഷെയ്ൻ അറിയാതെ ഷെയ്ൻ ഒരു അച്ഛനായി മാറുകയായിരുന്നു. അച്ഛനാക്കാം. അച്ഛൻ കുറച്ചു നേരം മുന്നേ mid-30s അച്ഛൻ, ടൈഗറിന്റെ അച്ഛൻ. എന്തോ ശത്രുത ഉണ്ടെന്ന് കേട്ടോ, എന്തോ ശത്രുത ഉണ്ടെന്ന് തോന്നുന്നു. പ്രായം കൂട്ടി കളിക്കും. ഗ്രാൻഡ് ലെവലിലേക്ക് കൂടി എന്നെ ഏകദേശം അല്ല ഇവിടെ ഏത് ലെവലാന്ന് ചോദിച്ചില്ലോ നിങ്ങൾ തിരിച്ച്. ഇവിടെ ഏതിലെ 30s ആണോ? 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ അമ്മയാ. അതെ, ഏത് 30s ആണോ 40s ആണോ പറഞ്ഞില്ലല്ലോ. ഞാനിനി നിങ്ങളോട് ക്രിയേറ്റീവ് ആയിട്ട് ചോദ്യം ചോദിക്കാം. ദൃഢം എന്ന് പറയുന്ന സിനിമയ്ക്ക് മറ്റൊരു പേര് നിർദ്ദേശിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ചേട്ടൻ പെട്ടെന്ന് ഏത് പേര് പറയായിരുന്നു? എനിക്ക് ഈ പടത്തിന് വേറെ ഒരു പേരും മാച്ചായിട്ട് തോന്നുന്നില്ല. അയ്യേ ക്ലീശ ഉത്തരം. വേറെ എന്തെങ്കിലും പറയട്ടാ. ഇത് എല്ലാരും പറയുന്ന സാധനമാണിത്. എനിക്ക് പെട്ടെന്ന് ശോഭ ചേട്ടനൊരു ഉത്തരം. അല്ല, അത് ഞാൻ ദിനേശ് പറഞ്ഞതിന് യോജിക്കുന്നതിനൊരു കാരണമുണ്ട്. ഈ ദൃഢം എന്ന ഈ പടത്തിന്റെ പേര് എന്താണ് 100% യോജിച്ചതാണെന്നുള്ളതിന്റെ കാരണം വെച്ചാൽ ഇത് ഈ സിനിമ പറയുന്നത് അത് തന്നെയാണ്. ഈ സിനിമയുടെ മെസ്സേജ് അത് തന്നെ. എങ്കിൽ ഷെയ്ന്റെ ക്രിയേറ്റിവിറ്റിയിലേക്ക് വരികയാണ്. സെയിം ഉത്തരമാണ്. വേറെ പേര് ചിന്തിക്കാൻ പോലും, വേറെ പേര് ആലോചിക്കാൻ പറ്റില്ല. നോർമൽ കേസിൽ ആലോചിക്കാൻ പറ്റാറുണ്ട്, പക്ഷെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ അങ്ങനെ കിട്ടുന്നില്ല. ആണല്ലേ? ഷോർട്ട് ആൻഡ് സിമ്പിൾ.
നല്ല പേരാണ്. ആണ്. ഇതൊരു ക്രൈം ത്രില്ലർ ആണല്ലോ. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെ ഒരു ക്രൈം ത്രില്ലർ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? റിയൽ ലൈഫിലോ? ആ, ഇല്ല. ഡയറക്ടർ ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഈ സിനിമയെ കുറിച്ച് ഇങ്ങനെ കൺസീവ് ചെയ്തപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒരു 2 കൊലപാതകം. ഞാന് ഈ പടം എഴുതിക്കൊണ്ട സമയത്ത് ഞാൻ 2 കൊലപാതകത്തിൽ പങ്കാളിയായിരുന്നു. അല്ല, ആരോ ചോദിച്ച പോലെ ദൃശ്യം സാറിന്റെ ഫാമിലി സംഭവിച്ചാണോ? ആരോ ചോദിച്ചു പോലെ ദൃശ്യം സാറിന്റെ ഫാമിലി സംഭവിച്ചാണോ? അങ്ങനെ പറയുമ്പോൾ ദൃശ്യം ജിത്തു സാറിന്റെ ഫാമിലിയിൽ സംഭവിച്ച കഥയാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ, ഞാനല്ലേ ചോദിച്ചത് കേട്ടോ, ക്രിയേറ്റീവ് ആയിട്ടുള്ള മറ്റാരോ ചോദിച്ചതാ. ഓ ശരി. ഭയങ്കര ക്രിയേറ്റിവിറ്റി. ഇതിപ്പോ രമേശ് ചേട്ടനോടാണ് ചോദിച്ചെങ്കിൽ ചിലപ്പോൾ ഒരു ഉത്തരം പറഞ്ഞേനെ. ഞാൻ 1974 ഗീത തിയേറ്റേഴ്സിൽ നാടകം കളിച്ച് വരുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം പറഞ്ഞു വരുമ്പോൾ കൊലപാതകമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ ഒരു കഥ കേൾക്കാം നമുക്ക്. ഞാൻ എത്ര ശ്രമിച്ചെന്നറിയോ, ഷൈൻ കയറി വരരുത്, ഷെയ്ൻ എപ്പോഴും പറയണമെന്ന്. പക്ഷെ ഷെയ്നോട് ഏറ്റവും അടുപ്പമുള്ളവർക്ക് പോലും ഇങ്ങനെ ഷൈൻ എന്നുള്ള പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം വരാറുണ്ടോ? വരും. ഞാൻ ആദ്യമൊക്കെ കറക്റ്റ് ആയിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലായത് നടപടിയാവൂല. അത് മറ്റേ ആളെ ഉദ്ദേശിച്ച് വിളിക്കുന്നതല്ല, ഈ പറയുമ്പോ എങ്ങനെയായി പോകുന്നതാണത്. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറിറ്റേറ്റഡ് ഒന്നും ആവാറില്ലല്ലോ അല്ലേ? നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടോ അതിനെപ്പറ്റി നമ്മൾ ഇതാക്കിയിട്ടോ അല്ലേ കാര്യമുള്ളൂ. പറ്റാത്ത കാര്യം നമ്മള് ഇതേപോലെ അതെ. ദൃഢം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മെയ് മാസത്തിൽ എത്തുന്നത് ഒരുപാട് നല്ല സിനിമകൾ തിയേറ്ററുകളിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ സിനിമകൾക്കും ഓഡിയൻസ് ഉണ്ടാകുമോ, എല്ലാ സിനിമകളും ഒരുപോലെ പ്രേക്ഷകർ സ്വീകരിക്കുമോ, അത്തരത്തിലുള്ള എന്തെങ്കിലും ടെൻഷൻ, അതിനിടയിൽ ഈ സിനിമയ്ക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അത് ഡിസേർവ് ചെയ്യുന്ന സീറ്റ് കിട്ടുമോ, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ടെൻഷനുകൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലൂടെ പോയിട്ടുണ്ടോ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വെറുതെ അധികം മനസ്സിൽ വിടാന്ന് മാത്രമല്ലേ ഉള്ളൂ അല്ലേ? നടക്കുന്നതിനെ തടയാനും അതൊക്കെ സംഭവിക്കും. നമ്മൾ പ്രേക്ഷകരെ വിശ്വസിക്കുന്നു. ബേസിക്കലി ഇത്രയുള്ള എല്ലാ പടവും കാണുന്ന കൂട്ടത്തിൽ നമ്മുടെ പടം ഒന്ന് വലിയ വലിയ പടങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പടം ഉണ്ട്. നല്ല സിനിമകളാണെങ്കിൽ ചെറുത് വലിപ്പം നോക്കാതെ മലയാളത്തിൽ ഓടാറുണ്ട്. നല്ല സിനിമകളെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ. തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ പറയേണ്ട, ശരിക്കും പറഞ്ഞാൽ പരാമർശിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. നമുക്ക് ഒരു ഭയങ്കരമായൊരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് മലയാള സിനിമയ്ക്കുണ്ട്. ഇപ്പൊ ഞാൻ ഗന്ധർവൻ പോലത്തെ ഒരു സിനിമ ഇന്ന് എടുക്കണമെങ്കിൽ നടക്കും. അങ്ങനെ ഒരു സിനിമ എഴുതാൻ പറ്റുന്ന അത്രയും ഡെപ്തുള്ള ആരുണ്ട്? വൈശാലി പറ്റുമോ? നമുക്ക് ഇത്രയും, അതാണ് നമ്മൾ വലിയൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇത്രയും ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ മുമ്പുള്ള ലെജൻസിനെയാണ്. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. നമ്മുടെ ദശരഥം എന്നൊക്കെ പറഞ്ഞ പടത്തിന്റെ ഒരു തീം ഒന്ന് ആലോചിച്ചു. ഒരു ഇന്റർനാഷണൽ തീമാണ്. അവർ ഹോളിവുഡുകാര് പോലും ചെയ്യാത്ത സാധനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ട്. അതാണ് അത്രയും നമുക്കുണ്ട്. ഇവിടെ തന്നെ സിനിമകളുണ്ട്. നമ്മൾ ലോക സിനിമയൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇൻഡസ്ട്രിക്ക് അങ്ങനെ ഒരു വലിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം എന്നുള്ളതാണ്. ഭൂതകാല സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുട്ടിനെ പേടി മാറി എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു. അത് സത്യമായിരുന്നു? നമ്മളെ ഉള്ളിൽ നിന്നുള്ള ഒരു പേടി മൊത്തമായിട്ട് നമ്മൾ അങ്ങോട്ട് ഇടുവാണല്ലോ. ഇല്ലാത്തതിനെ കണ്ട് നമ്മൾ പേടിച്ച് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇപ്പം നമ്മൾ ഈ കാണുന്ന സിനിമയ്ക്കകത്തുള്ള ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഷോട്ടേ കാണുള്ളൂ. ചിലപ്പോൾ അതിനകത്ത് ഫോക്കസ് തെറ്റിയ ഷോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ വേറെ എന്തെങ്കിലും പ്രശ്നമുള്ള ഷോട്ട് ഉണ്ടാവും. ഇതിലെല്ലാം ഒരു ആക്ടർ ആ സമയത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ഒരു 30-35 ദിവസത്തിനടുത്ത് ഒരാൾ ഒന്നുമില്ലാതെ ക്യാമറ നോക്കി പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറെ കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് അതുകൊണ്ട് നമുക്ക് പേടിയാവും. അപ്പൊ നമ്മളെ ഇത് ഞാൻ എന്തിനാ പേടിക്കണെന്ന് കുറെ കഴിയുമ്പോ. സത്യം കേട്ടോ, ഈ ഭൂതകാലം നട്ടുച്ചയ്ക്ക് കണ്ട് പേടിച്ച ആളാണ് ഞാൻ. പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നട്ടുച്ചയ്ക്ക് ഇരുന്ന് കണ്ടത്. എന്നിട്ടും ഞാൻ പേടിച്ചു. അങ്ങനത്തെ സൈക്കോളജിക്കൽ ഭീകരമാണ് പടം. സോണി ടിവിയിൽ ഊറ്റിട്ട് ഇപ്പൊ ഓർക്കുന്നുണ്ട്. കണ്ടിട്ട് പേടിച്ചിട്ട് സ്റ്റെയർ ആക്കാൻ പേടിയായിട്ട് ഒരാളെ വിളിച്ചിട്ട് പോയത്. സീരിയസ്ലി നമുക്ക് പേടിയായി പോകും. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പിന്നെ വെറുതെ ഫിലിം കണ്ടാൽ മതി. പക്ഷെ അത് അഭിനയിച്ച് ആ പേടി അങ്ങ് പോവുകയും ചെയ്തല്ലേ? അതന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ചേട്ടൻ ദൃശ്യം 3-ല്ലേ? ഉണ്ടോ? ഓ അപ്പൊ അങ്ങനെയായോ? ഇങ്ങനെ തന്നെയാണ് മറ്റേ ഒരു ബൈറ്റ് ഒക്കെ കൊടുത്തു ഇനി ദൃശ്യം 3 കാണാമെന്ന്. ഞാൻ കണ്ടു, കാണിച്ചു. അത് സാറാണ് ഇവിടെ തെറി പറഞ്ഞു. നീ എന്തിനാ പറഞ്ഞത് ചോദിച്ചത്? അങ്ങനെ അതുകൊണ്ട് ഇപ്പൊ ഇല്ലെന്ന് പറയുക. ഉണ്ടോ ഇല്ലയോ? മെയിൻ അതെ ഇങ്ങനെ തന്നെയാന്ന് അല്ലേ? അങ്ങനെ ഇന്റർവ്യൂ ഹിറ്റാണോ? കുഴപ്പമില്ല, ഓടും. അപ്പൊ ഏതായാലും മെയ് 8-ാം തീയതി ദൃഢം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ഓഡിയൻസിന് എന്താണോ ഫീൽ ചെയ്യുന്നത്
ആ ഒരു സിനിമ ആ ഒരു ജോണറിൽ പെടുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന നമുക്കുള്ളൊരു ജോണർ ഉണ്ടല്ലോ, അതിനോട് പൂർണ്ണമായി നീതി പുലർത്തുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ. അതെ, ഷെയ്ൻ്റെ ഈ മുടിക്ക് ഭയങ്കര ആരാധകരുണ്ട് കേട്ടോ. പറയാൻ മറന്നുപോയതാ, പെട്ടെന്ന് ഓർത്ത് പറഞ്ഞതാ. അല്ലെങ്കിലേ മുടി കൊഴിച്ചിലാണ്, നിങ്ങൾ ഇത് ആകെ പ്രശ്നമാണ്. എന്റെ മുടി നേരത്തെ എങ്ങനെയായിരുന്നു? അന്നൊന്നും ആരാധകരൊന്നും ഉണ്ടെന്നും ആരും പറഞ്ഞിട്ടില്ല. പോയി, എല്ലാം പോയി. പക്ഷെ എപ്പോഴും ചേട്ടൻ നല്ല സ്റ്റൈലായിട്ടല്ലേ, ഇതേ നല്ല റോസ് കളർ ഉടുപ്പ്, നീല വാച്ച്, എല്ലാ തരത്തിലും മാച്ചിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട്. പുതിയ പുതിയ അപ്പൊ പൂക്കി ദിനേശ് ചേട്ടനും മറ്റേ വെല്ലുവിളിയായി, ഡെലൂലുവിന് വെല്ലുവിളിയായി. അതെ, ഏതായാലും കാര്യങ്ങൾ അടിപൊളിയാവട്ടെ, ദൃഢം സൂപ്പർ ഹിറ്റ് ആവട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.